ഹലോ, ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് കൊല്ലം ജില്ലയിൽ നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഒറ്റയ്ക്കൽ ഒരു തടയണയിലാണ്. ആ തടയണയുടെ വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒറ്റയ്ക്കൽ തടയണയുടെ ഒരു ടവർ, ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ടവർ ഉണ്ട്. ആ ടവറിന്റെ മുകളിൽ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ താഴേക്ക് കാണുന്ന കാഴ്ച. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജലസേചന പദ്ധതിയാണ് ഈ കല്ലട ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഈ അണക്കെട്ടിൽ നിന്നാണ്, ഈ തടയണയിൽ നിന്നിട്ടാണ് രണ്ട് കനാലുകൾ ഉത്ഭവിക്കുന്നതെങ്കിലും ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് തെമ്മല ഡാം എന്നറിയപ്പെടുന്ന പരപ്പാറ ഡാമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം അതിന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം താഴേക്ക് ഒഴുക്കി വിട്ട് അത് ഈ പറയുന്ന ഒറ്റയ്ക്കൽ എന്ന ഈ പ്രദേശത്ത് കൊണ്ട് കാണുന്ന ഈ തടയണയിൽ നിർത്തിയിട്ട് ഇവിടെ നിന്ന് രണ്ട് കനാലുകളായി തിരിച്ച് ഏകദേശം കേരളത്തിന്റെ 3 ജില്ലകളിലേക്ക് ഈ വെള്ളം എത്തിക്കുന്നു. ഏകദേശം 121 കിലോമീറ്റർ പത്തനംതിട്ടയും ആലപ്പുഴയും കൊല്ലവും താണ്ടി എത്തുമ്പോൾ ഏകദേശം 121 കിലോമീറ്റർ ഈ രണ്ട് ജലസേചന പ്രോജക്റ്റുകൾ എത്തിക്കുന്നുണ്ട്. ഒന്ന് അഷ്ടമുടി കായലിലാണ് ചെന്ന് ഇത് അവസാനം പതിക്കുന്നത്. ഏകദേശം മെയിൻ സ്ഥലങ്ങളായിട്ടുള്ള കൊട്ടാരക്കര, അടൂർ, മാവേലിക്കര, പുനലൂർ, പത്തനാപുരം, കുന്നത്തൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് ഏകദേശം ഈ മേഖലകളിലുള്ള 57,000-ഓളം വരുന്ന ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റുക എന്ന ഒരു ടാർജറ്റോടു കൂടി 1986-ലും 92-ലുമായിട്ട് ഇടതും വലതും 2 കനാലുകൾ ഇവിടെ നിന്നും കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇത് കാണുന്നവർ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്ന് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലെ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ വിശേഷങ്ങൾ. അപ്പൊ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.